ഇന്ന് നമ്മൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് കേക്ക് ചെയ്യാനുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. ചായയുടെ കൂടെ കഴിക്കാനും പറ്റും, അതുപോലെ തന്നെ ഐസിങ് ചെയ്യാനും പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്കയിൽ വരുന്ന പട്ട മാത്രം പൊടിച്ച് 1/2 ടീസ്പൂൺ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു 1-2 തവണ അരിച്ചു മാറ്റിയിട്ട് വെക്കാം. എന്നിട്ട് മൊത്തത്തിൽ ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് മീഡിയം സൈസിൽ വരുന്ന 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഹാൻഡ് ബീറ്റർ ആണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മൾ പണ്ടൊരു കേക്ക് ചെയ്തിട്ടുണ്ടല്ലോ മിക്സിയിൽ മുട്ട അടിച്ചിട്ട്, അതുപോലെ ആയാലും മതി കേട്ടോ. അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ തണുത്തിരിക്കുന്ന മുട്ട എടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഓരോന്നായിട്ട് 4 ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ നല്ല മഞ്ഞ കളറുള്ള മുസമ്പി ഉണ്ടല്ലോ, അതിൻ്റെ ആ തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് കത്തി കൊണ്ട് മേൽഭാഗം മാത്രം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. വെള്ള ഭാഗം പെട്ട് കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മഞ്ഞ തൊലി മാത്രം ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റായി വന്നോട്ടെ. അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വന്ന ശേഷം ഇനി ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ടൊരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, മിക്സിയിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ മേലെ ഒരു ഇത്തിരി ഉണ്ടാവും. അത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് എന്തായാലും നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. കാരണം പെട്ടെന്ന് നിർത്തി കളയരുത്. അങ്ങനെ ആവുന്ന സമയത്ത് ചിലപ്പോൾ അത് അലിഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മതിയാകും. കൂടിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഫ്ലേവർ ആയിരിക്കില്ല. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 1-2 തുള്ളി മഞ്ഞ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കേക്കിന് ചെറിയൊരു കളർ വ്യത്യാസം കിട്ടാൻ നമ്മൾ ഓറഞ്ച് എസൻസ് ചേർത്താൽ തന്നെ ചെറിയൊരു ഷെയ്ഡ് മാറും, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം, ഒന്നിച്ച് ഒഴിക്കേണ്ട. പിന്നെ ഈ സമയത്ത് നമ്മൾ സ്പീഡിലല്ല കേട്ടോ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്, ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി, ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ. പിന്നെ ഇതൊരു ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. വെള്ളം ചേർക്കാതെ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ ആണെങ്കിലും നല്ല കളറുള്ള മഞ്ഞ മുസമ്പിയുടെ ജ്യൂസ് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ അത് ചേർക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് ആ മൈദയുടെ കൂട്ട് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ്. ഈ സമയത്ത് വളരെ ചെറിയ സ്പീഡിൽ വെച്ച് കൊടുത്താൽ മതി. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ആ മുട്ട പതഞ്ഞ് വന്നിട്ടുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ കേക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ആയി കിട്ടില്ല. അപ്പോൾ വളരെ ചെറിയ സ്പീഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് താല്പര്യമില്ല, കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ കേക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ ആ സ്പാച്ചില വെച്ചിട്ട് കുറച്ച് പൊടി ഒരു ഇത്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ. ഈ ഒരു കിച്ചൺ മെഷീനിൽ വെച്ചിട്ട് ചെറിയ സ്പീഡിൽ മൊത്തത്തിൽ പൊടി കറക്കിയെടുത്ത് കഴിയുമ്പോൾ വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ നമ്മൾ സാധാ ബീറ്ററിൽ വെച്ച് ചിലപ്പോൾ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് കുറച്ച് പൊടി എടുത്ത് മിക്സ് ആക്കി എടുത്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ കാണുന്ന സമയത്ത് ആ മുട്ട പതഞ്ഞത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ അടിയിൽ ഒരു ഇത്തിരി ഓയിൽ തടവിയിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് ബാറ്റർ മൊത്തം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്ക്വയർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കും. ഒരുപാട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കണം, അതായത് ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓവൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ പാത്രം, നോൺ സ്റ്റിക്ക് വേണമെന്നില്ല, അലുമിനിയ പാത്രം ആയാലും മതി, അതൊരു അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അടിയിലൊരു തട്ടുകൂടെ വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെക്കുക. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ആ ഒരു പാത്രത്തിന് ചൂടുണ്ടായിരിക്കണം കേട്ടോ. കുറേ വീഡിയോയിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് പിന്നെ അത് പറയാത്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇത് ആദ്യത്തെ ഒരു 2 മിനിറ്റ് അത്യാവശ്യം തീയിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം തീ കുറച്ചിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ്, ഓരോ ഗ്യാസിലും തീക്കനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും.
ഇനി ഓവനിലാണെങ്കിൽ നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ചെയ്യുന്ന പോലെ തന്നെ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു 160ലാണ്. 160 ടു 170 ഡിഗ്രിയിൽ ഒരു 35 ടു 40 മിനിറ്റ്. ഓരോ ഓവൻ അനുസരിച്ചും വ്യത്യാസം വരും. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഏകദേശം 35 മിനിറ്റ് കൊണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പൊങ്ങി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ കറക്റ്റ് ബേക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അത് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കഴിയുന്ന സമയത്ത് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഒരു വയറാക്കിലേക്ക് കമഴ്ത്തുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് വയറാക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടിക്കോളും. ഇതിന് ഒരു 2-3 മണിക്കൂറൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരിക്കലും നമ്മൾ ചൂടോടുകൂടെ കേക്ക് കട്ട് ചെയ്താൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് ഇപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കുക. അതല്ല ഐസിങ് ചെയ്യാനാണെങ്കിൽ 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുക, 3 ലെയറായിട്ട്. ഇതിപ്പോൾ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത് ഐസിങ് ചെയ്യാനാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു കേക്കിൻ്റെ ഐസിങ് റെസിപ്പി ആയിട്ട് നാളെ കാണാം കേട്ടോ. താങ്ക് യു.